ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും ഉപാധ്യക്ഷനുമൊക്കെ പോലീസുമായി വാക്കേറ്റത്തിലേക്ക് പോയിരിക്കുകയാണ്. സജോ ദേവസ്യ നമുക്കൊപ്പം ഉണ്ട്. സജോ ദേവസ്യ, ഇപ്പോൾ ഒരു വാക്കേറ്റത്തിലേക്കൊക്കെ പോയ സാഹചര്യം എന്താണ്? അതായത് ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് വരുണ് അടുത്തേക്ക് എത്തി ഈ വാഹനത്തിന് മുകളിലടക്കം കയറി പ്രതിഷേധിക്കുകയും പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ബലപ്രയോഗത്തിലേക്കോ ലാത്തിച്ചാർജിലേക്കോ അറസ്റ്റിലേക്കോ ഇതുവരെ യഥാർത്ഥത്തിൽ പോലീസ് കടന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പോലീസ് ഈ വാഹനത്തിന് നേരെ കൂടുതൽ പ്രതിഷേധം നടത്തിയ പ്രവർത്തകരെ തടയാൻ ശ്രമിച്ച വേളയിൽ ഉണ്ടായ വാക്കേറ്റവും തർക്കവുമാണ്. അതായത് ബാരിക്കേഡിന്റെ ഒരു ഭാഗം ഏതാണ്ട് പൂർണ്ണമായി മറിച്ചിടാനും മറികടക്കാനും ഇതിനകം പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവർ ഈ അകത്തേക്ക് ബാരിക്കേഡ് മറികടന്ന് അകത്തേക്ക് എത്തുകയും പ്രക്ഷോഭം ആ ഭാഗത്തേക്ക് കടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ പോലീസ് ഇതുവരെ ഏതെങ്കിലും നിലയ്ക്കുള്ള ബലപ്രയോഗത്തിലേക്കോ അറസ്റ്റിലേക്കോ കടന്നിട്ടില്ല. പലതവണ ജലപീരങ്കി പ്രയോഗിച്ചു കടുത്ത പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. ബാരിക്കേഡുകൾ ഇതിനകം മറിച്ചിട്ടു. അതിന് മുകളിൽ കയറി ആ ഭാഗം പൂർണ്ണമായും വരുണിനടുത്തേക്ക് എത്തുകയും പോലീസിനടുത്തേക്ക് എത്തുകയും ചെയ്തു. പക്ഷേ ഇത്രയും പ്രവർത്തകരെ നേരിടാനുള്ള ഫോഴ്സ് ഇല്ല എന്ന് മാത്രമല്ല എന്തെങ്കിലും കടുത്ത ബലപ്രയോഗത്തിലേക്ക് ഇതുവരെ പോലീസ് കടക്കുകയും ചെയ്തിട്ടില്ല. വലിയ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴും ഉയർത്തുന്നു. വാഹനത്തിന് മുകളിലേക്ക് കയറി കല്ലും കമ്പുമൊക്കെ വാഹനത്തിന് നേരെയും പോലീസുകാർക്ക് നേരെയും വലിച്ചെറിഞ്ഞ അടക്കം പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഒരു തരത്തിലുള്ള ബലപ്രയോഗത്തിലേക്കോ നടപടിയിലേക്കോ അറസ്റ്റിലേക്കോ ഒന്നും പോലീസ് ഇതുവരെ കടന്നിട്ടില്ല.